വെൽക്കം ബാക്ക് ടു സജനാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് 2 തരം മീൻകറിയും പിന്നെ കൂട്ടാനും ഉണ്ടാക്കി കാണിച്ചാൽ കേട്ടോ. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. മീൻ്റെ തലയും വാലും 2-3 കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കറി ഉണ്ടാക്കാം. പിന്നെ കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നല്ല പുളിയുള്ള പുളിയാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്ന് വഴറ്റിയെടുക്കാം. അടിപൊളി ടേസ്റ്റിലെ മീൻ കറിയാണ് കേട്ടോ. ചോറൊക്കെ നമ്മൾ സാധാ തിന്നണേക്കാളും തിന്നും ഇങ്ങനെ മീൻ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഇത് പത്തിരി, പൊറോട്ട, അപ്പം ഇതിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. സവാള ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളകും കൂടി ചതച്ചില്ലേ അതൊന്ന് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം ഞാൻ കുരുമുളക് പൊടിച്ചതില്ല, അതുകൊണ്ട് പച്ച കുരുമുളക് ആണ് ചേർത്തത് കേട്ടോ. പച്ച കുരുമുളക് ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു കറുത്ത കളർ വന്നത്. കുറച്ച് നേരം ഇരുന്നൊന്നും കറുത്ത് വരും. പിന്നെ ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ മസാല ചേർക്കേണ്ടത് കേട്ടോ. 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് ചെറിയ സ്പൂണാണേ. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും ഒരു 10 പേർക്കൊക്കെ കഴിക്കാനുണ്ടാവും. ആ ഒരു അളവിൽ ആണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു 4 പേരുള്ള വീട്ടിലാണെങ്കിൽ ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ ഇഷ്ടംപോലെ കഴിക്കാനുണ്ടാവും. പിന്നെ ഇതിലേക്ക് ഒരു 3 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളകാട്ടോ. ഇനി നമ്മൾ പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻകറി ആകുമ്പോൾ നല്ല എരിയും പുളിയൊക്കെ വേണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എനിക്ക് നല്ല എരിയും പുളിയൊക്കെ വേണം കേട്ടോ മീൻ കറിയിൽ, അല്ലെങ്കിൽ ഒരു രസവും ഉണ്ടാവില്ല മീൻ കറി. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കുന്ന അളവിനനുസരിച്ച് എരിയും പുളിയൊക്കെ ഇടണം, മസാലകളൊക്കെ ഇടണം. ഇപ്പം നമ്മൾ കൂടുതൽ കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 1 സവാള എടുക്കണം, 2 സവാള, 2 തക്കാളി എടുക്കണം, 4 തക്കാളി, അങ്ങനെ കൂടുതൽ അളവ് ഇട്ടിട്ട് അപ്പോഴേ ഒരു കുറുക്ക് ഉണ്ടാവുള്ളൂ കറിക്ക്, അല്ലെങ്കിൽ ഒരു വെള്ളം പോലെ ആയിരിക്കും. അപ്പോൾ ഇനി മസാലകളൊക്കെ ചേർത്ത് നമ്മൾ പുളിവെള്ളവും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ച് മസാലയൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ വറ്റമീൻ കൊണ്ടാണ് കറി വെക്കുന്നത് കേട്ടോ. വറ്റമീൻ്റെ തലയും പിന്നെ ഒരു 3-4 കഷ്ണവും ഒക്കെ കൂടെ ഇട്ടിട്ടാണ് ഞാൻ കറി വെക്കുന്നത്. മീൻ ചേർത്ത ശേഷം കറി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മീൻ ഇട്ടിട്ട് പിന്നെ ഒന്ന് തിളച്ചിട്ട് ഉപ്പ് ചേർത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3 ടീസ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എരിയും പുളിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ഉപ്പും ചേർക്കേണ്ടി വരും. പിന്നെ മീനിക്ക് ഇത് പിടിക്കുമ്പോൾ കറിയിൽ ഉണ്ടാവില്ല. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക. നല്ല ഇത് കുറച്ച് നേരം നമ്മൾ മീൻകറി എപ്പോഴും 1 മണിക്കൂർ, നമ്മൾ ഇപ്പം ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഫുഡ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു 12 മണിക്ക് മീൻകറി റെഡിയാക്കി വെക്കണം. അപ്പോൾ ഫുഡ് കഴിക്കാനാകുമ്പോഴേക്കും അത് മീനിക്ക് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ മത്തി പൊരിക്കുന്നുണ്ട്. പിന്നെ പയറ്റിൻ്റെ ഇലയാണ്, പയറ്റിൻ്റെ ഇല കൂട്ടാനാക്കി വെക്കുന്നുണ്ട്. പയറ്റിൻ്റെ ഇല എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഉപ്പും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് തിളച്ച് വരുമ്പം അതിലേക്ക് നമ്മൾ പയറ്റിൻ്റെ ഇല അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. തേങ്ങ ഇടുന്നത് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് തേങ്ങ ചിരവിടാം. പിന്നെ പാവക്ക ഉപ്പേരിയും വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു മീൻ കറി വെക്കുന്നുണ്ട് കേട്ടോ. മത്തി കൊണ്ട് ഇങ്ങനെ പുളിഞ്ചാറ് വെക്കണത് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ളിയും തക്കാളിയും ഇതൊന്നും വാട്ടേണ്ട ആവശ്യമില്ല. പുളിവെള്ളം ഒഴിക്കുക ചട്ടിക്ക്. എന്നിട്ട് പിന്നെ നമ്മൾ 2 തക്കാളി അരിഞ്ഞത് ചേർക്കുക. പിന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടുക. മല്ലിയൊന്നും ഇടണ്ട. പിന്നെ പച്ചമുളക് ഇടുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ മത്തി ഇട്ടിട്ട് അത് വെന്ത് കഴിയുമ്പം അതിലേക്ക് തേങ്ങ അരച്ച് പാരുക. ഇത്ര പണിയുള്ളൂ. അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഈ 2 മീൻ കറി നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ എളുപ്പത്തിലുള്ള മീൻ കറിയാണ് കേട്ടോ. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. വലിയ പണിയൊന്നുമില്ല. ഓരോ നാട്ടിലും ഓരോ രീതിയിലല്ലേ നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ തേങ്ങ അരച്ചിട്ട് ഇതാ കറി തിളച്ച് വന്നു. അപ്പോൾ നമ്മൾ 2 മീൻ കറി റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.